പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹത്തിനൊരുക്കിയ രാജാവിന് സദൃശം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളുകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രൂധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകളിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ വിവാഹ വിരുന്നായ ദിവ്യബലിയിൽ നാം എത്ര ഉത്സാഹത്തോടു കൂടിയാണ്, എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര ഐശ്വര്യത്തോടു കൂടിയാണ് കടന്നു വരുന്നത്, പങ്കുകൊള്ളുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറില്ലേ, ദിവ്യബലിക്ക് താമസിച്ചു വരുന്നവരെ കാണാറുണ്ട്. നമ്മുടെയൊക്കെ സൗകര്യമനുസരിച്ച് നമ്മൾ പള്ളിയിൽ വന്നു കയറുന്നുണ്ട്. പ്രവേശന ഗാനം കഴിഞ്ഞിട്ടും പ്രസംഗത്തിൻ്റെ സമയത്തും കാഴ്ചവെപ്പിൻ്റെ സമയത്തും ഒക്കെയും നമ്മൾ പള്ളികളിൽ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോലും പള്ളികളിൽ താമസിച്ച് വന്ന് കയറുന്നത് കാണാറുണ്ട്. നമ്മൾ വന്നു കയറാതിരിക്കുമ്പോൾ, നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ദിവ്യബലിക്ക് താമസിച്ച് വരികയും ദിവ്യബലിയുടെ പ്രാധാന്യം മനസ്സിലാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് ദൈവത്തെ അന്വേഷിച്ചു വരുന്ന മറ്റുള്ളവരായിരിക്കാം. കാരണം നമ്മളെല്ലാം ലാഘവത്തോടുകൂടി എടുക്കുമ്പോൾ, നമ്മൾക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി എടുക്കുമ്പോൾ നമ്മൾ അതെല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നൽകപ്പെടുമ്പോൾ അതിനൊന്നും നമ്മൾ കാര്യമായിട്ടുള്ള പ്രാധാന്യം നൽകാതെ പോകുന്നു. എന്നാൽ മറ്റുള്ളവർ അനുഗ്രഹം തേടി വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ദിവ്യബലിയിലും പങ്കുകൊള്ളുന്നത്? വിശുദ്ധി നിറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ നമ്മൾ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നത്? അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മെ സന്ദർശിക്കും, നമ്മൾക്ക് നിറയെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.